മലയാറ്റൂർ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന നാട്. അങ്ങനെ ഈ വർഷത്തെ വലിയ നോമ്പിൽ മലകയറാൻ വന്നിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഒന്നാം സ്ഥലം എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം വൈബിനത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ കൂടിയായിരുന്നു മലകയറ്റം. അങ്ങനെ ഇവരുടെ ഒപ്പം മലകയറി എത്തി. സാധാരണ എല്ലാ പ്രാവശ്യവും രാത്രിയിലാണ് പോകാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നത് പകൽ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞങ്ങൾ കയറിയ നേരം കുറച്ച് തെറ്റായിപ്പോയി. കോട വന്ന് ആകെ നിറഞ്ഞിരുന്നു. വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ആ പാറയിൽ കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ആനകുത്തിയ പള്ളി കാണാൻ പോയത്. ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാറ്റൂരിൻ്റെ പഴയ പള്ളി. പുതിയ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് പൊൻകുരിശ് കാണാൻ പോയി. അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമാസ് ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ പൊൻകുരിശ് ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവിടുത്തെ പാറക്കല്ലിൽ തോമാസ് ലീഹയുടെ പാദം പതിഞ്ഞ പാട് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ സമയത്ത് തോമാസ് ലീഹ കല്ലിൽ തൊട്ടപ്പോൾ അതിൽ നിന്ന് രക്തം വന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ രാത്രിയിലെ വ്യൂ ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ മലയിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ മലയൊക്കെ ഇറങ്ങി നേർച്ചക്കഞ്ഞിയും കുടിച്ചിട്ട് ഈ വർഷത്തെ മലകയറ്റം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷവും മല കയറാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു.